ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് പഴയ കാല ഓർമ്മകളൊക്കെ തരുന്ന നല്ലൊരു സ്വീറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തേങ്ങാ മിഠായി, തേങ്ങാ ലഡു, തേങ്ങ ഉണ്ട എന്നൊക്കെ പറയും കേട്ടോ. അടിപൊളി സ്വീറ്റാണ്. ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 അച്ച് വെള്ളം, ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ശർക്കര പാനി തയ്യാറാക്കേണ്ടതുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് കുറുകി എടുക്കൊന്നും വേണ്ട, അല്പം ഒന്ന് പാനിയായി കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ അതവിടെ ശർക്കര ഉരുകാൻ വെച്ച സമയത്ത് ഇപ്പുറത്തെ ഒരു പാൻ ഞാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊരു പിടി എള്ള്, കറുത്ത എള്ള് ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കഴുകി എടുത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. എള്ളിൽ അഴുക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊന്ന് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു രീതിക്ക് ഒന്ന് പൊട്ടി പൊട്ടി വരുമ്പോൾ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതൊന്ന് അങ്ങോട്ടേക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി ഒരുക്കി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ എള്ള് വറുത്ത അതേ പാൻ തന്നെ എടുക്കുക. അതിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം തേങ്ങ ഇട്ട് കൊടുക്കണം. ഞാനൊരു 1.5 കപ്പോളം തേങ്ങ ചിരകിതെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ നെയ്യിൽ കിടന്നിട്ട് ഇത് വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഒന്ന് നമ്മളിപ്പോൾ ഈ ഒരു തേങ്ങാ മിഠായി കഴിക്കുമ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ക്രിസ്പി ആയി കിട്ടിയാൽ മതി. ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിക്കൊക്കെ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ആ നെയ്യുടെ മണോ, തേങ്ങയും നെയ്യൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു മണമൊക്കെ വരും വറുത്തെടുക്കുമ്പോൾ. ആ ഒരു രീതി വരെ ഒന്ന് വറുത്തെടുത്ത് കിട്ടിയാൽ മതി. കണ്ടോ, ഈ ഒരു രീതി കണ്ടോ. പിന്നെ ഒരു കുറച്ച് പൊടി പോലെ ഒരു ചെറിയൊരു ക്രിസ്പിനെസ്, അത്ര മാത്രം. ഇനി ഇതിൻ്റെ നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി, ഒന്ന് പാനി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടേ. പിന്നെ തേങ്ങ വെന്തിട്ടുള്ള ആ ഒരു മണമില്ലേ, അപ്പൊ ശർക്കരയും കൂടി ഒക്കെ ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ. നമുക്ക് പണ്ടൊക്കെ കഴിച്ച ഒരു ഓർമ്മയാണല്ലോ. ഇതിലേക്ക് ഒരു പിടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. കണ്ടോ, ഇപ്പം ഏകദേശം ഒന്നിങ്ങനെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വറ്റി ഒന്ന് നമുക്ക് ഉരുട്ടാൻ പാകത്തിനൊക്കെ കിട്ടണം. ഈ ഒരു രീതി ആവുമ്പോൾ നമുക്ക് കുറച്ച് കണ്ടോ, ഇങ്ങനെ അല്പം ആ വെള്ളം ശർക്കരേൻ്റെ ഒരു ഇതുണ്ടെന്നേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇത്രയും 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ആ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും കൂടെ ചേർക്കുക. എള്ളും കൂടെ ചേർത്ത് എള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ 1 മിനിറ്റ് മാത്രം ഒന്ന് ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു രീതിക്ക് കണ്ടോ, വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം നന്നായിട്ട് ഉരുട്ടാനൊക്കെ പാകത്തിനുള്ള ഒരു കൂട്ടായി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചൊന്ന് തണുക്കണല്ലോ, ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടി. നമ്മുടെ കുഞ്ഞുണ്ടല്ലേ, നമുക്ക് അറിയാലോ, ആദ്യമൊക്കെ കഴിച്ചൊരു ഓർമ്മയില്ലേ. ഒരു നല്ലൊരു തേങ്ങാ മിഠായിയാണ് കേട്ടോ ഇത്. നല്ല കഴിക്കാൻ നല്ല, ഈ ഇടയ്ക്ക് തേങ്ങയൊക്കെ കടിക്കുമ്പോൾ കിട്ടും നല്ലൊരു ഇതാണ്. ഈ ഒരു കുറച്ച് തണുത്ത് കിട്ടുമ്പോൾ ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്ക് ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. കഴിച്ചാൽ മതിയാവത്തില്ല. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. അടിപൊളി സ്വീറ്റാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും അല്ലേ. ഇങ്ങനെ ഉരുട്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. വെള്ളം ഈ ഒരു തേങ്ങയുടെ ഒരു ക്രിസ്മസ് എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുത്തത്. നിങ്ങൾക്ക് വലുതായിട്ട് ഉരുട്ടാം കേട്ടോ. ഞാൻ ഈ ഒരു രീതിക്കാണ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ നമുക്ക് പണ്ട് തേങ്ങാ മിഠായി കിട്ടുക, തേങ്ങ ഉണ്ട. ഇതുപോലെ ഉരുട്ടിയിട്ട് ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടി വെക്കട്ടെ കേട്ടോ. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇങ്ങനെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. വെള്ളം ചൂടിൽ തന്നെ അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ഞാൻ എല്ലാം ഉരുട്ടി വെക്കട്ടെ. ഇത്രയും തേങ്ങ ഉണ്ടയാണ് കിട്ടിയിരിക്കുന്നത്, തേങ്ങാ മിഠായിയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നല്ല നൊസ്റ്റാൾജിക് ഓർമ്മയൊക്കെ തരുന്ന ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഓർമ്മയും. നമുക്ക് അത്യാവശ്യം മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിങ്ങനെ ഇരുന്ന് വരാന്തയിലൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവും.
എല്ലാവരും ഇതുപോലെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. ഇത് തേങ്ങയുടെ ആയതുകൊണ്ട് ഒരുപാട് ദിവസങ്ങളൊന്നും വെക്കാനൊന്നും പറ്റില്ല. എന്നാലും ഒരു 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കാം. എന്നാലും തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തേങ്ങാ മിഠായി. എല്ലാവരും ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.